ഹലോ ഗൈസ്, അന്താരാഷ്ട്ര ചർച്ചകൾ നടക്കുന്ന ഞങ്ങളുടെ നാട്ടിലെ തിണ്ടുമെന്ന് ഡൽഹിയിൽ വണ്ടിക്ക് വില കുറവാണ് പറഞ്ഞെങ്കിൽ അബ്ദുല്ലാന്റെ വണ്ടിയിലും കയറിക്കാണ്ട് ഞങ്ങൾ നേരെ അങ്ങനെ ഡൽഹി പോവാണ്. അങ്ങനെ മൂപ്പര വണ്ടി കയറിക്കാണ്ട് പോട്ട വണ്ടി ഡൽഹിക്ക് എന്ന് പറഞ്ഞെങ്കിൽ മൂപ്പര പറഞ്ഞു മലപ്പുറം പെർമിറ്റ് ഉള്ളൂ, നിങ്ങൾ ഇവിടെ ഇറങ്ങിക്കോളിന്ന്. അങ്ങനെ ഞങ്ങൾ ചാപ്പനങ്ങാടി ഇറക്കി വിട്ടു. അങ്ങനെ പ്ലാൻ ബി പ്രകാരം ഞങ്ങൾ എന്ത് ചെയ്തു, കിട്ടിയ ബസ്സിൽ ചാടി കയറിക്കാണ്ട് ഞങ്ങൾ തിരൂർ റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബസ്സിൽ യാത്ര ചെയ്യണമെങ്കിൽ ബാക്ക് സീറ്റാണ് നല്ല ഇറങ്ങാണ്ട് ഞാനും ബാബായും ബാക്കിലാണ് സ്ഥലം. അങ്ങനെ നമ്മളെ ബസ് 100-110 തിരൂർക്ക് കുതിക്കുമ്പോഴാണ് എന്റെ മുന്നിൽ ഈ ബോർഡ് വെട്ടത്. അത് ഞാൻ ഒരുവിധം വായിച്ച് പാകപ്പെട്ടപ്പോൾ ഞങ്ങൾ തിരൂർ. അങ്ങനെ ബസ്സിന് ചാടി ഇറങ്ങി നേരെ ചെന്നത് ഡൽഹി മാർക്കറ്റിനെ അനുസ്മരിപ്പിക്കുമ്പോൾ തിരൂർ മാർക്കറ്റ് വളർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ മാർക്കറ്റ് കൂടി തേരാപ്പാര ഇറങ്ങിയേക്കനെ ഞങ്ങൾക്ക് ഒരു ക്ഷീണം, എന്നാൽ പിന്നെ അല്പം സോഡ ഷർവത്താക്കാൻ വിചാരിച്ചു. അങ്ങനെ സോഡ ഷർവത്തും കുടിച്ച് ക്ഷീണം മാറ്റി അടുത്തുള്ള വായ്ക്കാപ്പരി പീടിയിൽ നിന്ന് നല്ലൊരു വായ്ക്കാപ്പരും വാങ്ങി ഒരു കുപ്പി വെള്ളം വാങ്ങി ഞങ്ങൾ അങ്ങനെ ട്രെയിൻക്ക്. അപ്പം എന്റെ മുന്നിൽ അമ്മേന്റെ ഒടിക്ക് സൽക്കാരത്തിന് പോകുന്ന ലാഘവത്തോടെ കീസർട്ട് സാധനങ്ങളായിട്ട് ഒരാൾ റെയിൽവേ സ്റ്റേഷനിൽ പോകും. അങ്ങനെ ഒരുവിധം ഞങ്ങൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. എറണാകുളം ജംഗ്ഷനിൽ എടുക്കുന്ന മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസിന് 3600 രൂപ കൊടുത്ത് തേർഡ് എക്കണോമിക്ക് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. അങ്ങനെ വള്ളക്കുപ്പിൻ തൊക്കിൽ വെച്ച് 4 കൂടി തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്ന് ഞങ്ങളെ ട്രെയിനെ കാത്തു നിൽക്കുമ്പോഴാണ് ആ താത്ത അനൗൺസ്മെന്റ് ചെയ്തത്. അവൻ്റെടാ താത്താന്റെ ഒക്കെ ഒരു ഇൽമേ പറഞ്ഞു തീരേണ്ട താമസം. അപ്പോത്തിന് വണ്ടിന് വന്നു. ഞാനത് അത്ഭുതത്തോടെ അങ്ങനെ നോക്കി. അന്തം വിട്ടിക്കണ ഇന്നെ കണ്ട് സലാംബായി ടാറ്റന്നേക്ക് ഒന്നും നോക്കില്ല. പിന്നെ ഞാനും ചാടി കയറി വണ്ടിക്ക്. അങ്ങനെ ട്രെയിനിലും കയറി സീറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ 2 ആൾക്കാർ സീറ്റ് പിടിച്ചാണ് തള്ളൽ തുടങ്ങിയിട്ട്. അങ്ങനെ അഗാധമായ തള്ളലിന് തുടക്കം കുറിച്ച് അതും കേട്ട് പുറത്ത് നോക്കിക്കുന്ന സമയത്താണ് മൂപ്പരിന്റെ മുന്നിൽ കൂടി പോയത്. ചായക്കാരനെ കണ്ട് ഫറൂഖ് പാലത്തിന്റെ മേലെ കൂടി പോകുമ്പോൾ എനിക്കൊരു തോന്നല് ഡൊണേഷൻ കൊടുക്കാൻ. ഞാൻ ഒന്നും നോക്കില്ല, പിന്നെ ഡൊണേഷൻ കൊടുക്കാനാണ് പോയി. വാതിൽ തള്ളി തുറന്നതിന് എനിക്ക് ഓർമ്മ ഉണ്ടായില്ല. പിന്നെ ചുറ്റുള്ളൊന്നും കാണാൻ പറ്റില്ല. പോയ സ്പീഡിൽ സീറ്റിൽ വന്ന് തിരിച്ചിരിക്കുമ്പോൾ ഒരാൾ ചായ എടുക്കണോ, ഒരാൾ ബ്ലൂടൂത്തിൽ പാട്ട് കേൾക്കണം. അഗാധമായ തള്ളലുകൾ അവസാനിച്ചുകൊണ്ട് തന്നെ സൽക്കാരത്തിനുള്ള പൊതി ഞങ്ങൾ കെട്ടുപൊട്ടിച്ചു. അപ്പൊ പിന്നെ ഒന്നും നോക്കില്ല, ചായക്കാരൻ്റെ അടുത്ത് 4 ഗ്ലാസ് ചായയും വാങ്ങി കൊടുന്ന വായ്ക്കാപ്പൂരും പൊട്ടിച്ച് കാണുക വിഭവസമൃദ്ധമായ ഒരു ചായ പരിപാടി. അങ്ങനെ ചായം കുടിച്ച് മൂടായപ്പോഴാണ് പുറത്തത്തെ കാഴ്ചകൾ കാണാനും. അങ്ങനെ മന്ദം സമൂസക്കരികിലൂടെ നടന്ന് പുറത്തത്തെ കാഴ്ചകൾ ഞങ്ങൾ ട്രെയിനിൽ നിന്നും ആസ്വദിച്ചു. അങ്ങനെ ആളൊഴിഞ്ഞ വിൻഡോ സീറ്റിലും കയറിക്കാണ്ട് കാലി ക്ലാസ്സിൽ ചായ എടുക്കുന്ന വീഡിയോ പകർത്തുന്ന സമയത്താണ് മൂപ്പര് വന്നത്. നമ്മളെ കൈക്കുള്ള ടിക്കറ്റ് കാണിച്ചെടുത്തപ്പോൾ മൂപ്പര് പോയി. അപ്പോഴാണ് പണ്ട് കാശ്മീർക്കും പോയ കഥയും പറഞ്ഞ ഒറ്റ തള്ളില് ഒന്നും നോക്കില്ല, നേരെ കണ്ണൂരെത്തിയപ്പോൾ രാത്രി 8:30. ഞാൻ ഡൊണേഷൻ കൊടുക്കാൻ പോയ സമയത്ത് ഓർഡർ എടുത്ത് പോയ ഫുഡ് ആയിട്ട് നമ്മള് ബായ് മൂപ്പരെ തെക്ക് വേണ്ടിട്ട് മൂപ്പര ഏതോ മുന്തേന് അത്ര പൂശിക്കണമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതൊക്കെ എന്തായാലും ആവട്ടെ വിചാരിച്ചുകൊണ്ട് കയ്യും കേക്കി തട്ടിന്റെ മേലെ കയറിക്കാണ്ട് ഫുഡ് കഴിച്ചുകാണ്ട് ഫീഡ്ബാക്ക് കൊടുക്കാന്ന് വിചാരിച്ചു. ചങ്ങായിമാരെ നിങ്ങളോട് പറയാൻ വിഭവസമൃദ്ധമായ ഫുഡായിരുന്നു കേട്ടോ. നല്ലൊരു ചപ്പാത്തി ഉണ്ട്, അതിക്ക് ഉള്ളിണ്ട്, മുളകുണ്ട്, നല്ല പൊരിച്ച ചിക്കന്റെ പീസും ഉണ്ട്. നിങ്ങളോട് പറയാൻ എവിടെ പോയാലും ചെസ്റ്റ് പീസ് മാത്രം പ്രത്യേകം ഓർഡർ ചെയ്ത് കഴിക്കണം. ഞാൻ ചിക്കന്റെ ലെഗ് പീസ് അത്യന്തം ആനന്ദത്തോടെ ആർമാദിച്ച് കഴിക്കലോ. ഞാൻ എന്തൊക്കെ മധു പറഞ്ഞാലും ട്രെയിനിലെ ഭക്ഷണമാണെന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടായിക്കോട്ടെ. അങ്ങനെ കഴിച്ച ഫുഡിനെ ഭാഗപ്പെടുത്താൻ വേണ്ടി തിരൂർ മാർക്കറ്റിലെ ഒരാൾ തേനേക്കാൾ മധുരം പാലിനേക്കാൾ വെളുപ്പുള്ള ഓറഞ്ച് 1.5 കിലോ 100 എന്ന് പറഞ്ഞ ഓറഞ്ച് ഞങ്ങൾ വാങ്ങി കഴിച്ചു നോക്കിയപ്പോഴാണ് കുടംപുളി പോലും തോറ്റു പോകുന്ന പുളിയാണ് ഇവനെന്ന് മനസ്സിലായത്. കഴിക്കല്ലാതെ വേറെ നിവർത്തില്ലാത്തോണ്ടും വീഡിയോ എടുക്കണോണ്ടും ഞാനത് അങ്ങനെ ആസ്വദിച്ച് കഴിച്ചു. അപ്പോഴാണ് നമ്മളെ മമ്മു സാർ ഉറങ്ങാനുള്ള സജ്ജമാക്കുന്നത്. അപ്പോഴാണ് അത്രയും കച്ചവടക്കാരൻ കൂടുതൽ അത്ര മണിപ്പിച്ചാണ് നമ്മളെ അടുത്തേക്ക് വന്നത്. ആഗ്രഹം എത്തുമ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിക്കുന്നു മനസ്സിലാക്കി ഞാൻ എന്ത് ചെയ്തു, പോപ്പ് തലയിൽ കൂടി ഇട്ട് കാണി ഞാനാണ് ഉറങ്ങി.